വീട്ടിലെവിടെയാണ് എവിടെ താമസിക്കുന്നത്? ഇന്ന് വാ കാണിച്ചോണ്ട വീട് വാ. അല്ല ഇത് എവിടുന്നാ കൊണ്ടുവന്ന വേസ്റ്റ്? എവിടുന്നാ കൊണ്ടുവരുന്നത്? എവിടുന്നാ കൊണ്ടുവരുന്നത്? तुम्हारा कौन सा दुकान कौन है? ये नाम बोलो, नाम बोलो। जुगल किशोर। उसको ऑनर को फोन करो, इधर देखो, इधर देखो। ഇവിടെ എങ്ങോട്ടാ പോണേ? ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നാ? അല്ല ഈ സമയത്ത് 2 മണി, ഈ സമയത്ത് ഈ ഇടവയിലേക്ക് നിങ്ങളെ എങ്ങോട്ടാ പോണേ? അല്ല അത് ചോദിക്കാൻ നിങ്ങൾ ആരാ മനസ്സിലായില്ല. ഏത് വീട്ടുകാരാ? അതിവിടെ അടുത്തുള്ള ഒരാളാ. ഞങ്ങൾ ചോദിക്കാൻ കാരണം ഞങ്ങളിവിടെ ചാലപ്പുറം രക്ഷാസമിതിന്റെ വളണ്ടർമാരാണ്. ഈ ഇടവയിലേക്ക് ഞാനായിട്ട് ഇവിടെ വേറെ വഴികളില്ല. എൻ്റെ രണ്ടാമത്തെ വീടാ അപ്പുറത്ത്, അവിടെ വഴി മുട്ട, അതിനെ കൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ഇറങ്ങിയിട്ട് സംസാരിക്കും. ഓ ഈ വണ്ടി വരുന്നത് കണ്ടിട്ടാണ് ഇത്രയും പേര്? അതല്ലല്ല, ഞങ്ങള് സ്ക്വാഡ് പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങളെ സ്ക്വാഡ് നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഈ വണ്ടി കണ്ടില്ല, തിരിച്ചു വരുമ്പോഴാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. പല പ്രശ്നങ്ങളും, അനാശാസ്യത പ്രശ്നം, മയക്കുമരുന്ന്, പിന്നെ മോഷണ ശല്യമൊക്കെ കൂടി വന്നപ്പോൾ നമ്മൾ ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് 2006 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ആഴ്ചയിൽ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ സ്ക്വാഡ് ഉണ്ടാവും. ഈ 800ഓളം വീടുകളെ സംരക്ഷിക്കുന്ന വൾണ്ടർമാരാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാ വീട്ടുകാരും ഞങ്ങൾക്കും അറിയും, അവർക്ക് ഞങ്ങളെയും അറിയും. ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷമായിരിക്കുമല്ലോ ഇങ്ങനെ നിങ്ങൾ വൾണ്ടർമാർ സജ്ജരായത്? അതെ, നമ്മൾ ഈ ചാലപ്പുറം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മരം മോഷണം നടക്കുന്ന ഒരു സംഭവമാണ് 2006 കാലഘട്ടങ്ങളിൽ. മരം, അതായത് പുഴയിൽ നിന്നും അതുപോലെ തന്നെ മില്ലുകളിലും ഉരുപ്പടിയായിട്ട് വെച്ചത് ഈ പീസാക്കിയിട്ട് രാത്രി കാലങ്ങളിൽ കടത്തി കൊണ്ടുപോയിട്ട് ഫർണിച്ചർ സ്ഥലങ്ങളിലേക്ക് ഉള്ളിട്ട് അവർ ഫർണിച്ചറായിട്ട് വിൽക്കുക. നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? നാട്ടിലാകെ ക്രമസമാധാന പ്രശ്നം എന്നുള്ള രൂപത്തിൽ തന്നെ പറയാം. ആർക്കും ഉറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ കള്ളൻ കയറാത്ത വീടില്ലാത്ത സമയത്താണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ദിവസങ്ങളോളം ഒന്ന് രാത്രികളിൽ ഒരു 2 മണി തൊട്ട് 4 മണി വരെ നമ്മളെ പ്രവർത്തനം. നമ്മളിങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ പോലീസിനെ വിളിക്കുന്നു, പോലീസെ ബന്ധപ്പെട്ട എല്ലാം ചെയ്യുന്നത്. നമ്മൾ പോലീസിൻ്റെ പണി നമ്മൾ എടുക്കുന്നില്ല, നമ്മളെ നാട്ടിലെ പോലീസിനെ സഹായിക്കുന്ന പണിയാണ് എടുക്കുന്നത്. കോവിഡിന് ശേഷം നമ്മൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സഹായം ഇതേ ബന്ധപ്പെട്ട് കിട്ടുന്നില്ല. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളൊരാളെ ജീപ്പ് കയറ്റിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അപ്പം നിങ്ങളും കൂടെ വരണം, നിങ്ങളും സ്റ്റേഷനിൽ വരണം. ഈ ഫോർമാലിറ്റീസിൻ്റെ കൂടി ആ സമയത്ത് പോകേണ്ടി വരും. 2 മണിക്കും 3 മണിക്കും ഞങ്ങൾ പിടിച്ചാൽ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുക ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ ആവും, 6-7 മണിയാവും. ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് മൂരാട് പാലം, പടിഞ്ഞാറ് ഈ കല്ലായി റോഡ്, പിന്നെ തെക്ക് ഈസ്റ്റ് കല്ലായി, അവിടെ വടക്ക് തളിയമ്പലത്തിൻ്റെ ആ വക, അത്രയും വലിയൊരു ഏരിയയാണ്. ആ ഏരിയ ഞങ്ങൾ സ്ക്വാഡ് ഇറങ്ങി കവർ ചെയ്യണമെങ്കിൽ നടന്നിട്ടാണ് സ്ക്വാഡ് പോവുക. നടന്ന സ്ക്വാഡ് ഒക്കെ ഒച്ചയും വിളി ഉണ്ടാക്കും. മറ്റേ നമ്മളെ ഗൂർഖമാർ വിസിലടിക്കുന്ന മാതിരി ഒന്നുമില്ല, ഞങ്ങൾ പതുങ്ങിയിട്ട് മോഷ്ടാക്കളെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളെ പ്രവർത്തനം നടത്തുന്നത്. എത്രയോ 2 ഹിന്ദിക്കാരെ ഇവിടുന്ന് പിടിക്കുന്ന സമയത്ത് തന്നെ അത്രയും വലിയ ആൾക്കാരാണ് 2 ആൾക്കാർ. കാരണം അത്ര 10 ചെറിയ ഞങ്ങൾ തപ്പിയിട്ടടക്കം കാണാതെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു വീട്ടിനുള്ളിൽ നിന്ന് ഇയാളെ കാണുന്നത്. അപ്പോൾ ഓരോ വയ്യതാൽ ഓടുന്ന സമയത്ത് ഒരു ചെറിയൊരു ഭാഗ്യം കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഈ കാണുന്ന അന്നത്തെ വൾണ്ടർ ക്യാപ്റ്റനായ സുരേന്ദ്രൻ്റെ മറ്റേ ക്യാപ്റ്റൻ്റെ ഇനി ഒരു പ്രത്യേകതര ഒരു ആയുധമാണ്. തീർത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ റെസിഡൻസ് അസോസിയേഷന് കീഴിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് മുഖ്യമന്ത്രിയോട് ഇവർക്ക്. വിനോദ് മൊറാഴയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.